സീപ്ലെയിൻ പദ്ധതി താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ആവർത്തിച്ച് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി. മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി സർക്കാർ ചർച്ച ചെയ്യണം. പദ്ധതിയിൽ ചർച്ച വേണമെന്നും മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും പി ചിത്തരഞ്ജൻ MLA പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകളെ വിനിയോഗിക്കുന്നതിന് മത്സ്യത്തൊഴിലാളി സമൂഹം എതിരല്ല. ഇപ്പം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്യാം. ഇപ്പം ഞങ്ങൾ വെക്കുന്ന ഡിമാൻഡ് അടിയന്തരമായി അങ്ങനെ ഒരു കോൺഫറൻസ് വിളിച്ചുകൂട്ടി മത്സ്യത്തൊഴിലാളി സംഘടനകളെ ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി അതുവഴി മത്സ്യത്തൊഴിലാളികളിലേക്ക് ഈ സന്ദേശം എത്തിച്ചുകൊണ്ട് അവരുടെ കൂടെ സഹകരണത്തോടുകൂടി ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകണം. വിഷ്ണു സുരേഷിന്റെ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, നേരത്തെ സമാന സ്വഭാവത്തിൽ ATUCയും എതിർപ്പ് അറിയിച്ചതാണ്, CATയും എതിർപ്പ് അറിയിച്ചതാണ്. അതിനൊക്കെ മറുപടി എന്നോണം MV ഗോവിന്ദന്റെ ഭാഗത്തും നിലപാട് പ്രഖ്യാപനം ഉണ്ടായതുകൂടിയാണല്ലോ. എന്നിട്ടും എതിർപ്പ് തുടരുകയാണോ ഇവർ? വിഷ്ണു, ഉന്മേഷ്, ഇന്നാണ് മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി സീപ്ലെയിനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്താൻ ആലപ്പുഴയിൽ സംയുക്ത യോഗം ചേർന്ന് TN പ്രതാപൻ, PP ചിത്തരഞ്ജൻ, TJ ആഞ്ചലോസ്, ചാൾസ് ജോർജ് അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിന്റെ ഭാഗമായി പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് നിലവിൽ സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികളുമായി ഒരു ചർച്ച നടത്തണം, ആ ചർച്ച നടത്തുന്നത് വരെ അല്ലെങ്കിൽ ആ ചർച്ച സംഭവിക്കുന്നത് വരെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുത് എന്നൊരു നിർദ്ദേശം മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് വെച്ചത്. TN പ്രതാപൻ അടക്കമുള്ള ആളുകൾ സമാനമായ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ സർക്കാരിന്റെ കൂടി ഭാഗമാണ് PP ചിത്തരഞ്ജൻ. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: ഈ പദ്ധതിക്ക് തങ്ങൾ എതിരല്ല, പക്ഷേ ടൂറിസം മേഖലയിൽ ഇത്തരത്തിലൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ അത് മറ്റ് മേഖലകളെ ബാധിക്കരുത്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയെ ബാധിക്കരുത് എന്നൊരു ആവശ്യമാണ് അവർ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സീപ്ലെയിൻ്റെ കാര്യങ്ങൾ എന്താണ്, ഏതൊക്കെ തരത്തിലാണ് അവരെ ബാധിക്കുമെങ്കിൽ അത് മത്സ്യത്തൊഴിലാളിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതല്ല എങ്കിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. ആ പ്രതിഷേധം ഒഴിവാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് സർക്കാരിനോട് ചർച്ച വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സർക്കാരും അനുകൂല നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുമെന്നാണ് തങ്ങൾ മനസ്സിലാക്കുന്നത്. PP ചിത്തരഞ്ജൻ അടക്കമുള്ള ആളുകൾ വരും ദിവസം തന്നെ മുഖ്യമന്ത്രിയുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ച നടത്തും. ടൂറിസം വകുപ്പ് മന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിക്കും കത്ത് നൽകും. ഒരു സംയുക്ത യോഗത്തിന് ശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി എത്തിയിരിക്കുന്നത്. ഐക്യകണ്ഠേനയാണ് വിവിധ സംഘടനകൾ, അത് CPMന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ ഐക്യകണ്ഠേനയാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഉന്മേഷം, വിഷ്ണു തുടരുക. ഇപ്പോൾ TN പ്രതാപൻ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്, അതിലേക്ക് കൂടി. 2013 കേരളത്തിലെ എല്ലാ മത്സ്യത്തൊഴിലാളി സംഘടനകളും കൂടി ഈ പദ്ധതിയോട് വിയോജിപ്പ് ഏർപ്പെടുത്തി എതിർത്തു. കാരണം ഇത് കായലുകളിലെ ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിനെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെയും ബാധിക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് പറഞ്ഞു. അതേ സാഹചര്യം നിലനിൽക്കുന്നു. ആ സാഹചര്യം ഞങ്ങളിന്ന് ചർച്ച ചെയ്തു. ഗവൺമെൻറ് അടിയന്തരമായി മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങളിന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ നിലപാട് ഗവൺമെൻറ്റിനോട് പറയും. ഇതിനകത്ത് കോർഡിനേഷൻ കമ്മിറ്റി ഒറ്റ സ്വരത്തിലാണ്. ഇത് എല്ലാ ഭരണകക്ഷി സംഘടനയുണ്ട്, പ്രതിപക്ഷ സംഘടനയുണ്ട്. ഞങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിലാണ്, ഒരുമിച്ചാണ് ഇതിൽ നിൽക്കുന്നത്. അപ്പോൾ സീപ്ലെയിൻ പദ്ധതിക്കെതിരെ ഇപ്പോൾ ഭരണപക്ഷ MLA തന്നെ, CPM MLA തന്നെ എതിർപ്പ് ഉയർത്തുകയാണ്. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണുവും, ഈ പദ്ധതി അപ്പാടെ നിർത്തണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നില്ലേ? ചർച്ചയിലൂടെ എന്തു പരിഹാരം, അതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ PP ചിത്തരഞ്ജന്റെ പ്രതികരണത്തിലൂടെ. ഉന്മേഷ്, അദ്ദേഹം മത്സ്യത്തൊഴിലാളി സംഘടനയെ പ്രതികരിച്ചുകൊണ്ടാണ് ചർച്ചയിൽ വന്നത്. അദ്ദേഹം നേരത്തെ തന്നെ നിലപാടുകൾ മത്സ്യത്തൊഴിലാളിക്ക് ഹാനികരമാകുന്ന തരത്തിൽ ഒരു പദ്ധതിയും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള നിലപാടുകളൊക്കെ നേരത്തെ അദ്ദേഹം പറയുകയും ചെയ്താണ് സീപ്ലെയിനുമായി ബന്ധപ്പെട്ട്. പക്ഷേ നിലവിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ പദ്ധതിക്ക് തങ്ങൾ എതിരല്ല, പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ടൂറിസം മേഖലയ്ക്ക് ഇത്തരത്തിലൊരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നതിനോ ഒന്നും തങ്ങൾ എതിരല്ല. പക്ഷേ ഈ പദ്ധതി മത്സ്യത്തൊഴിലാളികളെ ഒരു തരത്തിലും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട് ബാധിക്കരുത് എന്നൊരു ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. അതിന് സർക്കാർ ഒരു ചർച്ച നടത്തണം മത്സ്യത്തൊഴിലാളികളുമായി. ഈ പദ്ധതിയുടെ ട്രെയിലറിനടക്കം പൂർത്തിയായെങ്കിലും ഈ മത്സ്യത്തൊഴിലാളികളുമായി ഈ വിഷയത്തിൽ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. അവർക്ക് പല ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം. അതുമായി ബന്ധപ്പെട്ട് ആ ആവശ്യം ചൂണ്ടിക്കാണിച്ചാണ് മത്സ്യത്തൊഴിലാളികളുടെ സംഘടന കോർഡിനേഷൻ കമ്മിറ്റി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ PP ചിത്തരഞ്ജൻ ഈ പദ്ധതിക്കെതിരാണ് എന്ന് അങ്ങനെയല്ല അദ്ദേഹം പറയുന്നത്. അത് വളരെ ക്ലിയറായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശങ്കകളുണ്ട്, ആ ആശങ്കകൾ പരിഹരിക്കപ്പെടണം. അതുവരെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകരുത്. കാരണം അതിനിടയിൽ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയാൽ സംഘടനകൾ പലയിടങ്ങളിലും പ്രതിഷേധങ്ങൾക്ക് ഉയർത്താൻ സാധ്യതയുണ്ട്. അത് പിന്നീട് പദ്ധതിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. നേരത്തെ സമരം ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് ചർച്ച വേണം ഇക്കാര്യത്തിൽ എന്നാണ് PP ചിത്തരഞ്ജൻ MLA, CPIM MLA ആവശ്യപ്പെടുന്നത് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട്.